ഓ ഈ ചൂടുകാലം മാക്സിമം ഉപയോഗിച്ചേ പറ്റൂ. ഡേ ഓ വന്നു. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വെറുതെ അല്ല ഓരോരുത്തന്മാർ കമന്റിൽ കയറി ചൊറിയുന്നത്. ആ പൊട്ടന്മാരോട് പോകാൻ പറ. ഈ ചൂടുകാലം മുതലാക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും. സ്വാഭാവികം. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി. എന്താണ് നീ ഈ നാട്ടിൽ മുഴുവൻ കൊടുത്ത് തള്ളുന്നുണ്ടല്ലോ. ഒരു തിരുത്തുണ്ട്. ഈ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനും. അതെ അതെ, ലോകം മുഴുവനും. പക്ഷെ അതിൽ ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഇവിടെയും വിദേശത്തും കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ മോനെ. അത് ഉണ്ടോ? നീ എന്നോടാണോ ചോദിക്കുന്നത്? അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെയുള്ള ജനങ്ങൾ ഇവിടെയുള്ളവരൊന്നും ജനങ്ങളല്ലേ, കോഴിക്കുഞ്ഞുങ്ങളാണ്. എടാ അതിന് ഞങ്ങൾ എന്താ ചെയ്തത്? നീ ഇവിടെ വിൽക്കുന്നത് യു കെയിൽ വിൽക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് പിന്നെ ഈ ക്യാനിന്റെ നീളത്തിലും വീതിയിലൊക്കെ ആയിരിക്കും. ആ നീളവും വീതിയും നീ നിന്റെ തറവാട്ടി പോയി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയാ എന്താണ്? അതിന്റെ ഷുഗറാണ് പ്രശ്നം. ഏടാ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഷുഗർ ഇല്ലാതെ എങ്ങനെയാണ്? ഷുഗറിൽ വേരിയേഷൻ കൊണ്ടുവരാലോ. അതെങ്ങനെ? നീ യു കെയിൽ കൊടുത്തിരിക്കുന്ന 330 ml റെഗുലർ ക്യാനിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ ആഡഡ് ഷുഗർ 4.6 ഗ്രാമാണ് 100 ml. യെസ് എക്സാക്ട്ലി. അതായത് 330 ml ക്യാനിൽ ടോട്ടൽ ഷുഗർ 15 ഗ്രാം. അതെല്ലോ, അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പെപ്സിയിലേക്ക് വരാം. ആഡഡ് ഷുഗർ 100 ml 10.9 ഗ്രാമാണ്. അതായത് 330 ml ഒരു ക്യാൻ കൺസ്യൂം ചെയ്താൽ അവൻ കഴിക്കുന്നത് 35 ഗ്രാമിൽ കൂടുതൽ ഷുഗറാണ്. ആണോ? അത് പിന്നെ ഞാൻ ഈ കണക്കിൽ ഇത്തിരി വീക്കാണ്. അത് നിനക്ക് നല്ല വീക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ഇതെന്താ അവിടെയും ഇവിടെയും വേറെ വേറെ രീതി? എടാ ഇവിടെയുള്ളവർക്ക് ഷുഗർ കൂടുതൽ വേണം. എന്തിൽ ഷുഗർ ഇട്ടാലും ഇവിടെ കച്ചവടമാവും. എല്ലാവരും അഡിക്റ്റ് അല്ലേ? എടാ നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആയി തന്നെ തുടരുന്നത്. എടാ അതിന് ഞങ്ങളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ്. അതിനാണ് എഴുതി വെച്ചേക്കുന്നത്. വായിക്കാൻ അറിയാത്ത കുറവൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. കണ്ടില്ലേ? എഴുതി വെച്ച് വിൽക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം. വായിച്ചു ശീലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട്